നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാക്കനാട് DLF ഫ്ളാറ്റിലെ 350ഓളം താമസക്കാർക്ക് ഛർദിയും വയറിളക്കവുമെന്ന് റിപ്പോർട്ട്. 5 വയസ്സിൽ താഴെയുള്ള 25 കുട്ടികളും ചികിത്സയിലുണ്ട്. കുടിവെള്ളത്തിൽ നിന്നാണ് രോഗം പടർന്നതെന്നാണ് സംശയം. ആരോഗ്യവകുപ്പ് ജലസാമ്പിൾ ശേഖരിച്ചു. 15 ടവറുകളിലായി 1268 ഫ്ളാറ്റുകളാണ് DLFന് കീഴിലുള്ളത്. 5000-ത്തിലധികം താമസക്കാരും. കുടിവെള്ളത്തിൽ നിന്നാണ് രോഗബാധയെങ്കിൽ കൂടുതൽ ആളുകളും ചികിത്സ തേടാൻ സാധ്യത കൂടുതലാണ്. കിണർ, ബോർവെൽ, മുനിസിപ്പാലിറ്റി ലൈൻ എന്നിവിടങ്ങൾ വഴിയാണ് ഫ്ളാറ്റിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നത്. ഇവിടെ നിന്നുള്ള ബന്ധം വിച്ഛേദിച്ച് ടാങ്കറുകളിൽ നിന്ന് വെള്ളം എത്തിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. ക്ലോറിനേഷൻ ഉൾപ്പെടെയുള്ള നടപടികളിലേക്കും അധികം വൈകാതെ കടക്കും. അതിനിടെ ദിവസങ്ങൾക്ക് മുമ്പാണ് വിവാഹത്തിൽ പങ്കെടുത്ത 30-ലധികം പേർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത്. വള്ളിക്കുന്നിലാണ് 30-ലധികം പേർക്ക് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. വള്ളിക്കുന്ന് പഞ്ചായത്തിൽ കൊടക്കാട് സ്വദേശിയുടെ കൂട്ടുമൂച്ചി ചേളാരി റോഡിലെ ഓഡിറ്റോറിയത്തിൽ വിവാഹത്തിൽ പങ്കെടുത്തവർക്കാണ് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ മാസം 13-നായിരുന്നു വിവാഹം. പരപ്പനങ്ങാടി, തിരൂരങ്ങാടി, കോഴിക്കോട്, കോട്ടേക്കടവ് ആശുപത്രികളിലാണ് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചവർ ചികിത്സയിൽ കഴിയുന്നത്. പഞ്ചായത്തിലുള്ള നിരവധി പേർക്കാണ് ഒരേ രോഗലക്ഷണം കണ്ടതിനെ തുടർന്നാണ് ആരോഗ്യ പ്രവർത്തകരെ വിവരമറിയിച്ചത്. കടുത്ത പനിയും ഛർദിയും തുടർന്ന് ആളുകളെല്ലാം ചികിത്സ തേടിയിരുന്നു. രോഗികളായ കൊടക്കാട് സ്വദേശിനി വാണിയംപറമ്പത്ത് ഫെമിനാസ് മുഹമ്മദിന്റെ മകൻ അജ്നാസ് എന്നിവരുടെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ഫെമിനാസിനെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലും അജ്നാസിനെ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലുമായിരുന്നു ആദ്യം അഡ്മിറ്റ് ചെയ്തിരുന്നത്. മാസങ്ങൾക്ക് മുന്നേ ഇതേ ഓഡിറ്റോറിയത്തിൽ വിവാഹത്തിൽ പങ്കെടുത്തവർക്ക് സമാനമായ രീതിയിൽ രോഗങ്ങൾ കണ്ടിരുന്നു. അന്ന് ഓഡിറ്റോറിയത്തിന്റെ ഉടമകൾ സംഭവം പുറത്തു വരാതിരിക്കാൻ ഒതുക്കി തീർക്കുകയായിരുന്നു എന്ന് നാട്ടുകാർ ആരോപിക്കുകയും ചെയ്തു. സംസ്ഥാനത്ത് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇക്കുറി രോഗബാധ ഉയർന്നതും മരണസംഖ്യ കുതിച്ചുയർന്നതും ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ വർഷം മാത്രം സംസ്ഥാനത്ത് മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 13ആയി ഉയർന്നിരുന്നു. രോഗബാധിതരുടെ എണ്ണവും ദിനംപ്രതി ഉയരുകയാണ്. ഈ വർഷം ഇതുവരെ 5000-ത്തിലധികം പേരാണ് മഞ്ഞപ്പിത്ത രോഗലക്ഷണങ്ങളോടെ വിവിധ ആശുപത്രികളിലായി ചികിത്സ തേടിയെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ വർഷം ആകെ ചികിത്സ തേടിയവരുടെ എണ്ണം 4000-ത്തിൽ താഴെ ആണെന്നതാണ് കൂടുതൽ ഗൗരവകരമായ കാര്യം. മരണനിരക്ക് കുതിച്ചുയർന്നിട്ടുണ്ട് എന്നതും ആശങ്കയ്ക്ക് വഴിവെക്കുന്നുണ്ട്. 7 പേരായിരുന്നു കഴിഞ്ഞ വർഷം മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചത്. അതിനിടെ 180 പേർക്ക് എറണാകുളം വേങ്ങൂരിൽ വാട്ടർ അതോറിറ്റി ശുദ്ധീകരിക്കാത്ത വെള്ളം വിതരണം ചെയ്തുവെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. പഞ്ചായത്തിൽ 2 പേരായിരുന്നു അന്ന് മഞ്ഞപ്പിത്തം മൂലം മരണപ്പെട്ടത്. 50ഓളം പേർ വിവിധ ആശുപത്രികളിലായി ചികിത്സ തേടിയിരുന്നു. കിണർ വെള്ളത്തിന് ക്ഷാമം അനുഭവപ്പെടുന്ന മേഖലയിൽ വാട്ടർ അതോറിറ്റിയെയാണ് കൂടുതൽ പേരും കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്നത്. പെരുമ്പാവൂരിലെ വേങ്ങൂർ പഞ്ചായത്തിലും മലപ്പുറം ജില്ലയിലുമായിരുന്നു മഞ്ഞപ്പിത്തം പടർന്നതായി നാളുകൾക്ക് മുമ്പേ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത്. വെള്ളം, ഭക്ഷണം എന്നിവയിലൂടെയാണ് പ്രധാനമായും ഹെപ്പറ്റൈറ്റിസ് എ പടരുന്നത്. വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും പാലിക്കുകയാണ് രോഗം വരാതിരിക്കാനുള്ള മാർഗങ്ങൾ. മലിനജലത്തിലൂടെ രോഗവാഹികളായ വൈറസ് ശരീരത്തിനുള്ളിൽ പ്രവേശിച്ചതാണ് വേങ്ങൂരിലെ രോഗബാധയ്ക്ക് കാരണമായത്. മഞ്ഞപ്പിത്ത ബാധയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നതിന് 2 ആഴ്ച മുമ്പ് വരെ രോഗിയുടെ മലത്തിൽ ഹെപ്പറ്റൈറ്റിസ് എയുടെ സാന്നിധ്യമുണ്ടാകും. രോഗലക്ഷണം പ്രകടിപ്പിച്ചു കഴിഞ്ഞ് ഒരാഴ്ചയോ അതിലധികമോ വൈറസ് സാന്നിധ്യമുണ്ടാകാം. അതേസമയം ചില വ്യക്തികളുടെ മലത്തിൽ രോഗലക്ഷണങ്ങളൊക്കെ പൂർണ്ണമായി മാറിക്കഴിഞ്ഞാലും ആഴ്ചകളോളം വൈറസിന്റെ സാന്നിധ്യമുണ്ടാകും. ഇത് ഓരോ വ്യക്തിയിലും വ്യത്യാസപ്പെട്ടു നിൽക്കാം. മറ്റുള്ളവരിലേക്ക് രോഗം പടരാതിരിക്കാൻ രോഗബാധിതർ കൈകൾ വൃത്തിയോടെ കഴുകുന്നതുൾപ്പെടെ വ്യക്തി ശുചിത്വം നന്നായി പാലിക്കേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.